Hi friends, welcome to our channel. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഡിസൈനർ നെക്കാണ്. അങ്ക്രക്ക പാറ്റേണിലുള്ള ഒരു നെക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാനൊരു ഗാദേർഡ് കുർത്തിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റയോണിൻ്റെ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 മീറ്ററാണ് ഞാൻ കുർത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗാദേർഡ് കുർത്തീൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണിത്. യോക്ക് പീസും അതിൻ്റെ ലൈനിങ് ആണിത്. പിന്നെ നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് പ്ലസ് ഫാബ്രിക് ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേപ്പർ കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് വേണം ആ കട്ടിങ് വെച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ 4 മടക്കിയിട്ടുള്ളൊരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഈ ഒരു നെക്ക് പാറ്റേണിൻ്റെ ലെങ്ത്താണ്, എത്ര വേണം നമുക്ക് ഈ ഒരു ലെങ്ത്ത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു ഫേസിങ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 12 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തയ്ച്ചിട്ട് വേണ്ടത് 12 ആണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയലിനകത്ത് നമ്മൾ ഫേസിങ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/2 ഇഞ്ച് എല്ലാ സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്, അതിവിടെ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു 5.5 മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് 3.25 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നെക്ക് ലെങ്ത്താണ്, എനിക്ക് വേണ്ടത് 5.5 ആണ്, അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം, എന്നിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കർവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3.5 എടുക്കുന്നത്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൈനും ഈ ഒരു പോയിൻറ്റും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഫേസിങ് കൊടുക്കുന്നത്. ഇനി ഇതേ മാർക്കിങ് നമുക്ക് ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സ്കെച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനലി വരിക. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടേക്ക് ജസ്റ്റ് ഇതൊന്ന് വരച്ചു കൊടുക്കണം. ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. കണ്ടോ എങ്ങനെയാണ് നമ്മളുടെ നെക്ക് ഫേസിങ് പാറ്റേൺ വരുന്നത്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൽ ഈ ഒരു മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് നമ്മളിപ്പോൾ എടുത്ത എല്ലാ മെഷർമെൻറ്റ് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഈ ഒരു ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണ് ഒരു തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ സെയിം ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഉള്ള അതേ പീസ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ക്യാൻവാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് മിറർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കാരണം കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാൻവാസ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മസ്റ്റൊന്നുമല്ല. ഇനി നമ്മൾ ലൈനിങ് വെച്ചു, ക്യാൻവാസ് വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ പാറ്റേൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ നെക്കിന് നമുക്കൊരു പൈപ്പിംഗ് കൊടുക്കാം. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് വച്ച് മറിച്ച് കൊടുക്കണം. നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് ഞാൻ പൈപ്പിംഗ് കൊടുക്കുന്നത്. നമ്മളങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ പൈപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് 2 പീസിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വെച്ചിട്ട് സൈഡുകളിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണിച്ചിട്ടില്ലായിരുന്നോ എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്ന്. അപ്പം നമ്മൾ റൈറ്റ് സൈഡ് ലെഫ്റ്റിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. സൈഡ് ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ ലേസ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡുകളിലായിട്ട്.
ലേസ് വയ്ക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്ന അതേ രീതിയിൽ വേണം നിങ്ങൾ ലേസ് വയ്ക്കാൻ. അതായത് നല്ല വശം കൂടി ചേർത്തിട്ട്, അതായത് ലേസും നമ്മളുടെ പാറ്റേണും പാറ്റേണിൻ്റെ നല്ല വശം കൂടി ഫേസ് ചെയ്തിട്ട് വേണം ചീത്തവശത്തിൻ്റെ, അതായത് ലേസിൻ്റെ ചീത്തവശം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വിട്ടിട്ട് വേണം. എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ നെക്ക് പാറ്റേണിനായിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളുടെ യോക്ക് പീസിനായിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യോക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മടക്കിയിട്ട് ലേസിനെ നല്ല വശത്തേക്ക് പിടിച്ചു കൊടുക്കുക. ലേസിൻ്റെ നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം, ലേസിൻ്റെ എഡ്ജിലൂടെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക, എല്ലാ സൈഡിലും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഡിസൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.